9th സ്റ്റാൻഡേർഡ് CBSEയുടെ 11th ചാപ്റ്റർ ആയ കൺസ്ട്രക്ഷൻസിന്റെ രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ്? 60 ഡിഗ്രി ആംഗിൾ എങ്ങനെ പ്രൊട്രാക്ടർ ഇല്ലാതെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും നോക്കി. അതുപോലെ ആംഗിൾ ബൈസെക്ടർ ഉപയോഗിച്ച് 60 ഡിഗ്രിയുടെ ഹാഫ് ആയ 30 ഡിഗ്രി, അതുപോലെ അതിന്റെ ഹാഫ് 15 ഡിഗ്രിയും നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു അല്ലെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 60 ഡിഗ്രിയുടെ കൺസ്ട്രക്ഷൻ, അതുപോലെ 30 ഡിഗ്രിയുടെ കൺസ്ട്രക്ഷൻ, അതുപോലെ 15 ഡിഗ്രിയുടെ കൺസ്ട്രക്ഷൻ, ഇത് മൂന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ നമ്മൾ ആംഗിൾ ബൈസെക്ടർ അല്ലെ, ആംഗിൾ ബൈസെക്ടറും അതുപോലെ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഹൗ ടു കൺസ്ട്രക്ട് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ. കൺസ്ട്രക്ഷൻ ഓഫ് 90 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കതിന് ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഒരു ലൈൻ, ഗിവൺ ലൈൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും എടുക്കാം. ഇതിനകത്ത് നിൽക്കുന്ന എത്ര ലെങ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരുപാട് നീളം കൊണ്ടണ്ട, ഒരു മിനിമം എമൗണ്ടിൽ നമ്മൾ ലെങ്ത് എടുക്കുക. എടുത്തിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഒരു വലിയ ആർക്ക് വരയ്ക്കണം. ഇങ്ങനെ ഒരു ഫുൾ ആർക്ക് കണ്ടോ. കോമ്പസ് ഈ പോയിന്റിൽ കോമ്പസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ കോമ്പസ് വെച്ചുകൊണ്ട്, ഇതാണ് കോമ്പസിന്റെ പെൻ എൻഡും, അതുപോലെ ഇതാണ് ഷാർപ്പ് എൻഡ് ഒന്നിരിക്കട്ടെ. ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഫുൾ ആർക്ക് വരച്ചു. ഓക്കെ, ഇങ്ങനെ ഫുൾ ആർക്ക് വരച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ എടുത്ത ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യരുത്. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് വരെ നമ്മൾ നേരത്തെ എടുത്ത ആ ലെങ്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കോമ്പസ് നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ലെങ്ത് എടുത്തു കഴിഞ്ഞു, ഇങ്ങനെ ഒരു ഫുൾ ആർക്ക് വരച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ആർക്ക് കട്ട് ചെയ്ത പൊസിഷനില്ലേ, ഇതിന് പേര് കൊടുത്താൽ പിയും ഇത് ക്യൂവും ആണെന്നിരിക്കട്ടെ. എങ്കിൽ ഇവിടെ കട്ട് ചെയ്ത പോർഷനെ ഞാൻ എ എന്ന് വിളിച്ചു, കട്ട് ചെയ്ത ആ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. ഇനി ചെയ്യേണ്ടത് ഈ ലെങ്ത് മാറ്റാതെ തന്നെ ഇനി എ എന്ന പോയിന്റിൽ വെക്കുക. ഇനി വെക്കാൻ പോകുന്നത് എ എന്ന പോയിന്റിലാണ്. എയിൽ വെച്ചുകൊണ്ട് ഈ നേരത്തെ വരച്ച ആർക്കിൽ ഒരു കട്ട് ചെയ്യുക. ഓക്കെ, എയിൽ വെച്ചുകൊണ്ട്, എ എന്ന പോയിന്റിലാണ് വെച്ചിരുന്നത് അല്ലെ. എയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഇതില് കഴിഞ്ഞ ആർക്കില് നമ്മളൊരു കട്ട് ചെയ്തു. ഇനി അടുത്തത് വീണ്ടും ചെയ്യാനായിട്ട് ഈ ലെങ്ത് ഇനിയും എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. ഇതേ ലെങ്തിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ ബാക്കിയും ചെയ്യാൻ പോകുന്നത്. എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് നമ്മൾ ഇവിടെ ആർക്ക് കട്ട് ചെയ്തതുപോലെ ഇനി വെക്കാൻ പോകുന്നത് ഈ പോയിന്റിലാണ്. ഇതിനെ എ എന്ന് ഞാൻ കൊടുത്തെങ്കിൽ ഈ പോയിന്റിന് ഞാൻ ബി എന്ന് വിളിച്ചു. ഓക്കെ, ഈ പോയിന്റ് ബി ആണെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? ബി എന്ന പോയിന്റിൽ വെച്ചുകൊണ്ട് ഇതേ ഡിസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്തു? ഒരു ആർക്ക് കൂടി വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ബി എന്ന പോയിന്റിൽ വെച്ചു, എന്ത് ചെയ്തു? ഇപ്പുറത്ത് ഒരു ആർക്ക് വരച്ചു. ഓക്കെ, എയിൽ വെച്ചു, ആദ്യം പി എന്ന പോയിന്റിൽ വെച്ചു, ഒരു വലിയ ആർക്ക് കൺസ്ട്രക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ആ ലെങ്ത് ചേഞ്ച് ചെയ്യാതെ ഈ പോയിന്റിനെ എ എന്ന് വിളിച്ചിട്ട് എയിൽ വെച്ചുകൊണ്ട് ഇതിലൊരു ആർക്ക് കട്ട് ചെയ്തു. അതിനെ ബി എന്ന് വിളിച്ചു. ആ പോയിന്റിൽ വെച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു? അടുത്തൊരു ആർക്ക് കട്ട് ചെയ്തു. അതിനെ ഞാൻ എന്ത് വിളിച്ചു? സി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യില് ബി ഉണ്ട്, സി ഒന്ന്, രണ്ട് പോയിന്റ് ഉണ്ട്, ശരിയല്ലേ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്റ്റൻസ് മാറ്റേണ്ട ആവശ്യമില്ല. ബിയിൽ വെച്ചുകൊണ്ട് മുകളിൽ ഒരു ആർക്ക് വരച്ചു. ബിയിൽ വെച്ചുകൊണ്ട് മുകളിൽ ഒരു ആർക്ക് വരച്ചു. അതുപോലെ സിയിൽ വെച്ചുകൊണ്ട് ഈ ആർക്കിനെ കട്ട് ചെയ്തു. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് മാറ്റാതെ ബിയിൽ വെച്ച് ഇവിടെ കട്ട് ചെയ്തു, സിയിൽ വെച്ച് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഇന്റർസെക്ഷൻ കിട്ടിയില്ലേ? ആ പോയിന്റും പി എന്ന പോയിന്റും തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഓക്കെ, ഈ കട്ട് ചെയ്ത പോയിന്റും പി എന്ന പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഈ പോയിന്റോടെ ജോയിൻ ചെയ്യാം. കിട്ടുമ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയാണ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് 1, ഡ്രോ ലൈൻ PQ. സെക്കൻഡ് സ്റ്റെപ്പ്, draw an arc cutting PQ at A. Third step, at the point A, mark B. Third step എന്താണ്? From the point B, draw another arc cutting
അറ്റ് സി. അടുത്ത സ്റ്റെപ്പ് സിയിൽ വെച്ചുള്ള ആർക്ക് ബിയിൽ വെച്ചുള്ള ആർക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റും പിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ആംഗിൾ എത്ര ഡിഗ്രി? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത കൺസ്ട്രക്ഷൻ. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഓക്കെ, ഇനി 90 ഡിഗ്രി വരച്ചു കഴിഞ്ഞു. അടുത്ത കൺസ്ട്രക്ഷൻ എന്തായിരിക്കണം? നമ്മൾ 60 വരച്ചു, ബൈസെക്ടർ വരച്ചു, ആരോ വരച്ചു, 30 വരച്ചു. അതുപോലെ നമ്മുടെ അടുത്ത കൺസ്ട്രക്ഷൻ എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് എത്ര ഡിഗ്രി? 90 കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഹാഫ് ആയ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി അല്ലെ? കൺസ്ട്രക്ഷൻ ഓഫ് 45 ഡിഗ്രി ആണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് 45 കൺസ്ട്രക്ട് ചെയ്യുക? ആദ്യം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് കൺസ്ട്രക്ട് ചെയ്യും? 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഓക്കെ, ബൈസെക്ട് ചെയ്യാൻ നമുക്കറിയാം എന്താണ്? നമ്മൾ കോമ്പസ് എടുക്കുന്നു, ഈ പോയിന്റിൽ വെക്കുന്നു, ഇവിടെ ആർക്ക് വരയ്ക്കുന്നു, അതുപോലെ ഇവിടെയും ആർക്ക് വരയ്ക്കുന്നു. വീണ്ടും ഈ ആർക്കിൽ കൊണ്ടുവച്ച് ഡിസ്റ്റൻസ് മാറ്റാതെ ഈ ആർക്കിൽ കൊണ്ടുവച്ച് മധ്യത്തെ ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ കൊണ്ടുവച്ച് മധ്യത്തെ ആർക്ക് വരയ്ക്കുന്നു. ഡയറക്റ്റ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ കിട്ടും. ഇത് 45 ആയിരിക്കും, അതുപോലെ ഇതും എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. 45 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി കഴിഞ്ഞു. അടുത്ത ആരായിരുന്നു? 90 ഡിഗ്രി കഴിഞ്ഞാൽ അടുത്തത് 45 ഡിഗ്രി ആയിരുന്നു. അപ്പൊ 90 ഡിഗ്രിയുമായി 45 ഡിഗ്രിയുമായി. അപ്പൊ അടുത്ത എന്തായിരിക്കും? കൺസ്ട്രക്ഷൻ ഓഫ് അതിന്റെ ഹാഫ്. 45ന്റെ ഹാഫ് എത്രയാണ്? 22.5 ഡിഗ്രി അല്ലെ? 22.5 ഡിഗ്രിയാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെ ചെയ്യും? ആദ്യം പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് ആരെ കൺസ്ട്രക്ട് ചെയ്യും? 90 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് നേരത്തെ ഇപ്പൊ 45 ഡിഗ്രി പറഞ്ഞ പോലെ ആംഗിൾ ബൈസെക്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യും? അതിനെ ഹാഫ് ആക്കിയിട്ട് 45 ആക്കും. 45. ഇനി എന്ത് ചെയ്തു? ഈ 45നെ താഴത്തെ 45 എടുത്താൽ മതി. താഴത്തെ 45ന് വീണ്ടും ബൈസെക്ടർ വരയ്ക്കണം അല്ലെ? ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു, എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് മധ്യത്തെ ആർക്ക് വരച്ചു, ഇവിടെ വെച്ചുകൊണ്ട് മധ്യത്തെ ആർക്ക് വരച്ചു, അത് ജോയിൻ ചെയ്തു. അപ്പൊ അത് കിട്ടും. അതിന്റെ ഹാഫ് കിട്ടും. ഇത് 22.5 ഡിഗ്രി, ഇതും എന്തായിരിക്കും? 22.5 ഡിഗ്രി. അപ്പൊ നമുക്ക് അത് കിട്ടി. 22.5 ഡിഗ്രി ആംഗിളും നമ്മൾ ബൈസെക്ട് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, അപ്പോ ആംഗിൾ ബൈസെക്ട് ചെയ്യാൻ അറിയാത്തവര് ഇതിന്റെ മുന്നത്തെ ക്ലാസ് ഒന്നുകൂടി കാണുക. ഓക്കെ, ഇത് പാർട്ട് 2 ക്ലാസ് ആണ്. കൺസ്ട്രക്ഷൻസ് ഫോർ ക്ലാസ് 9ന്റെ പാർട്ട് 1 ക്ലാസ് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈസെക്ട് ചെയ്യുന്നത് അല്ലെ, ആംഗിൾ ബൈസെക്ട് ചെയ്യുന്നത് ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ പറ്റും വേണമെങ്കിൽ. എന്നിട്ട് നിങ്ങൾ 90 വരയ്ക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് 45 ഡിഗ്രി ആണ്. അടുത്ത എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് 22.5 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും വരയ്ക്കുക. ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് 120 ഡിഗ്രി ആണ്. 120 ഡിഗ്രി എങ്ങനെയാണ് 120 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ആദ്യം ചെയ്യേണ്ടത് ലൈൻ വരച്ചു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ 90 വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്ത് അതുപോലെ തന്നെയാണ് 120 ചെയ്യുന്നത്. ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ നോക്കാനായിട്ട്. അപ്പൊ 120 വരയ്ക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യും? ലൈൻ വരച്ചു, പിയും ക്യൂവും. ദെൻ നമ്മുടെ കോമ്പസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലെങ്ത് എടുത്തു, പിയിൽ വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ആർക്ക് വരയ്ക്കുന്നത് എങ്ങനെ ആർക്ക് വരയ്ക്കണം? ഒരു ഫുൾ ആർക്ക് വരയ്ക്കണം അല്ലെ? ഇങ്ങനെ വരുന്ന ഒരു ഫുൾ ആർക്ക് എന്ത് ചെയ്യണം? വരയ്ക്കണം. അത് കട്ട് ചെയ്യുന്ന പോയിന്റിൽ നേരത്തെ വിളിച്ച പോലെ ഞാൻ എ എന്ന് വിളിച്ചു. കോമ്പസിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. ഇനി എയിൽ വെക്കുക. എയിൽ വെച്ചുകൊണ്ട് അടുത്ത ആർക്ക് വരച്ചു, അതിനെ ബി എന്ന് വിളിക്കുക. ഇനി ബിയിൽ വെച്ചുകൊണ്ട് ഡിസ്റ്റൻസ് മാറ്റാതെ തന്നെ അടുത്ത ആർക്ക് വരയ്ക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ? അതിന് നമ്മൾ സി എന്ന് വിളിച്ചു. 90 വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്തേ? സിയിൽ വെച്ചുകൊണ്ട് ആർക്ക്, ബിയിൽ വെച്ചുകൊണ്ട് ആർക്ക് ജോയിൻ ചെയ്തു. ശരിയല്ലേ? 120 വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ആർക്ക് വരച്ചു, എ എന്ന് വിളിച്ചു, എയിൽ വെച്ചുകൊണ്ട് വരച്ചു, ബി എന്ന് വിളിച്ചു, ബിയിൽ വെച്ചുകൊണ്ട് വരച്ചു, സി എന്ന് വിളിച്ചു. പിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഈ ആംഗിൾ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക. അത് പ്രൊട്രാക്ട് മെഷർ ചെയ്ത് നോക്കുക. എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ 90 വരയ്ക്കാനായിട്ട് അത്രയും പാടില്ല. നമുക്ക് എന്ത് വരയ്ക്കാൻ? 120 വരയ്ക്കാൻ ഈസിയാണ്. പിയിൽ വെച്ചുകൊണ്ട് ഒരു വലിയ ആർക്ക് വരച്ചു, അതിനെ എ എന്ന് വിളിച്ചു, ഇവിടെ തട്ടുന്ന എ എന്ന് വിളിച്ചു, എയിൽ വെച്ചുകൊണ്ട് ആർക്ക് വരച്ചു ബി, ബിയിൽ വെച്ചുകൊണ്ട് ആർക്ക് വരച്ചു സി, സിയും പിയുമായിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് 120 ഡിഗ്രി. ഓക്കെ, നമ്മുടെ അടുത്ത കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ആംഗിൾ 105 ഡിഗ്രി ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് 105 ഡിഗ്രി അല്ലെ?
അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ്? 105 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ആംഗിൾസ്, ഇതുവരെ വരച്ച ആംഗിൾസ് വെച്ച് ഇനി ഇങ്ങനെയൊക്കെയുള്ള ആംഗിൾസ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഡയറക്റ്റ് മെത്തേഡ് ഇല്ല. അപ്പോൾ ആലോചിക്കാം, നമ്മൾ വരച്ച അല്ലെങ്കിൽ പഠിച്ച ആംഗിൾസുമായി ബന്ധപ്പിടിച്ച് ഈ 105നെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. 90 പ്ലസ് 15 ആണ് 105, ശരിയല്ലേ? അങ്ങനെ നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. അല്ലെങ്കിൽ 120 മൈനസ് 15 ആണ് എത്ര? 105. നമ്മൾ പഠിച്ച ആംഗിൾസിൽ നിന്ന് എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് വേണം ഇതിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 120 ഡിഗ്രി അങ്ങ് വരയ്ക്കുക. ഓക്കെ, 120 ഡിഗ്രി വരയ്ക്കുക. എങ്ങനെയാണ് 120 വരയ്ക്കുന്നത്? നമ്മൾ നേരത്തെ ഇന്ന് പഠിച്ചതേ ഉള്ളൂ അല്ലേ? ലൈൻ വരച്ചു, എന്ത് ചെയ്തു? ഇവിടെ പിയും ഇത് ക്യൂവുമാണ്. എന്ത് ചെയ്തു? ഇവിടെ വെച്ചുകൊണ്ട് പിയിൽ വെച്ചുകൊണ്ട് നമ്മളൊരു ഫുൾ ആർക്ക് വരച്ചു. ആ പോയിന്റിനെ എ എന്ന് വിളിച്ചു. പിന്നെന്ത് ചെയ്തു? എയിൽ വെച്ചുകൊണ്ട് വീണ്ടും ഒരു ആർക്ക് വരച്ചു. അത് ബി ആണ്. ആ ബിയിൽ വെച്ചുകൊണ്ട് വീണ്ടും ഒരു ആർക്ക് വരച്ചു. അത് സി ആണ്. ഓക്കെ, ഇനി 120 വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? പിയും സിയുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്യുക അല്ലെ? പിയും സിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇനി 120 വരച്ചല്ലോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ 90 വരയ്ക്കാമല്ലോ. 90 വരയ്ക്കാം. എങ്ങനെ വരയ്ക്കും? ഈ രണ്ട് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 90 വരയ്ക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? ഇവിടെ വെച്ചുകൊണ്ട് കഴിഞ്ഞ പഠിച്ചതല്ലേ? ഇങ്ങനെ ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. ഇതിന്റെ രണ്ടേയും വിഡാണ് ആരെന്ന് പറയുന്നത്? 90. അതായത് ഇവിടെ വെച്ചുകൊണ്ട് മുകളിൽ ആർക്ക് വരച്ചു, ബിയിൽ വെച്ചുകൊണ്ട് ആർക്ക് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്ത പോയിന്റും ഇതുമായിട്ട് ജോയിൻ ചെയ്തു അല്ലെ? സ്ട്രൈറ്റ് ലൈൻ നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ആലോചിക്കണം, ഈ ആംഗിൾ 90 ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 90ക്ക് ശേഷം ബാക്കിയുള്ള ഈ ചെറിയ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ആയിരിക്കും, ശരിയല്ലേ? മൊത്തത്തിൽ 120, അതിൽ ഇത്ര ഭാഗം 90. അപ്പൊ ഈ ബാക്കിയുള്ള ഇത്ര ഭാഗം എത്രയായിരിക്കും? 30 അല്ലേ? അപ്പൊ 90 ഇവിടെ ഉണ്ട്. 105 ആണെങ്കിൽ ഇനി എത്ര മതി? 90യുടെ കൂടെ 105 ആവണം. മൊത്തം 105 ആവണമെങ്കിൽ 90 പ്ലസ് 15 മതി, 15 അല്ലെ? 90 പ്ലസ് 15 ആണ് 105. അതിനെന്ത് ചെയ്യണം? ഈ കാണുന്ന ചെറിയ 30 ഡിഗ്രി ഇല്ലേ, അതിന് ബൈസെക്ടർ വരച്ചാൽ മതി. ആംഗിൾ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കും? പിയിൽ വെക്കുന്നു, ഒരാർക്ക് ഇവിടെ വരയ്ക്കുന്നു അല്ലെ? അതുപോലെ പിയിൽ വെച്ചുകൊണ്ട് ഇവിടെയും എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇവിടെ രണ്ടിടത്തും ആർക്ക് വന്നു കഴിഞ്ഞു. ഈ ആർക്കിൽ വെച്ചുകൊണ്ട് മുകളിൽ വരയ്ക്കുന്നു, ഈ ആർക്കിൽ വെച്ചുകൊണ്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്ത ആ പോയിന്റിൽ നിന്ന് പിയിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് നല്ല ഷാർപ്പൺ ചെയ്ത സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ 30 എത്രയായി കഴിഞ്ഞു? ഈ കാണുന്ന ആംഗിൾ എത്രയായി കഴിഞ്ഞു? 15 ആയി. അപ്പൊ ഇനി എളുപ്പമാണ്. ഈ 15 ഇത് ഇത്രയും 90യും ഇത് 15ഉമാണ്. ഇത്ര ആംഗിൾ പേര് കൊടുത്താൽ മതി. ഈ ലൈനിന് ഒരു പേര് കൊടുക്കാം. നമുക്ക് എ കൊടുത്തു കഴിഞ്ഞു അല്ലെ? ഇസഡ് എന്ന് കൊടുക്കുക. ഇസഡ് ആംഗിൾ ഇസഡ് പി ക്യൂ. ആംഗിൾ ഇസഡ് പി ക്യൂ നോക്കി. ഇസഡ് പി ഇങ്ങനെ പോകുന്നത്. ഇവിടുത്തെ ആംഗിൾ 15, ഈ ആംഗിൾ 90. 90 പ്ലസ് 15 ആയപ്പോ ആംഗിൾ ഇസഡ് പി ക്യൂ എത്ര ഡിഗ്രിയാണ്? 105 ഡിഗ്രി. കണ്ടോ? അങ്ങനെ പേര് കൊടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ 105 വരച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്ത കൺസ്ട്രക്ട് ചെയ്യാനുള്ളത് 75 ഡിഗ്രി ആംഗിൾ ആണ്. 75 ഡിഗ്രി ആംഗിൾ നമ്മൾ പഠിച്ചത് വെച്ച് എന്ത് ചെയ്യണം? നോക്കണം. നമുക്ക് അറിയാം 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 90 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുന്നു. ലൈൻ വരച്ചു. പി ഇത് ക്യൂ ആണ്. എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. അവിടെ എ കൊടുത്തു. എയിൽ നിന്ന് അതേ ആർക്ക് വരച്ചു. ബി കൊടുത്തു. ബിയിൽ വെച്ച് ആർക്ക് വരച്ചു. സി കൊടുത്തു. ഓക്കെ, 90 വരയ്ക്കാൻ ഇവിടെ നിന്നും മുകളിലേക്ക് അല്ലെ? ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്. എന്ത് ചെയ്തു? ആർക്ക് തമ്മിൽ ജോയിൻ ചെയ്യുന്നു അല്ലെ? ആർക്ക്. അപ്പൊ എത്ര കിട്ടി? 90 കിട്ടി. ഇനി 60 വരയ്ക്കാൻ നമുക്ക് അറിയാമായിരുന്നല്ലോ. 60 എങ്ങനെയാ? 60 ആദ്യം പി ക്യൂ വരച്ചു, ആർക്ക് വരച്ചു. ഒറ്റ ഇവിടെ എയിൽ നിന്ന് ഒറ്റ ഇവിടെ കട്ട് ചെയ്തു അല്ലെ? ബിയും പിയും കൂടെ ജോയിൻ ചെയ്ത് എത്ര ഡിഗ്രിയാ? ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ് അല്ലെ? വലകണം. ഇത് ടോട്ടൽ 90, ഇത് 60 അല്ലെ? അപ്പോ ഇത് 60 ആണെങ്കിൽ 90യിൽ ബാക്കി ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ആയിരിക്കും, ശരിയല്ലേ? നമ്മൾ 90യും വരച്ചു, അവിടെ തന്നെ ആരെയും വരച്ചു?
60 വരച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രിയും ഈ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രിയുമാണ്. അപ്പോ ഇത് 60 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് ഇപ്പുറത്ത് കാണുന്ന ആംഗിൾ. ശരിയല്ലേ? അതിന്റെ ബൈസെക്ടർ വരച്ചാൽ ആ 30 മാറി എത്രയാവും? 15 ആവും അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഒരു ആർക്ക് വരച്ചു, ഇവിടെ ഈ മാർക്ക് വരച്ചു, ഇവിടെ വെച്ചുകൊണ്ട് കട്ട് ചെയ്തു, ഇവിടെ വെച്ചുകൊണ്ട് കട്ട് ചെയ്തു, എന്ത് ചെയ്തു? ഇതും ഇതുമായിട്ട് അങ്ങ് ജോയിൻ ചെയ്തു. അപ്പോ 30 മാറി അത് എത്രയായി? 15 ആയി. ഇത് 60 ആണ്, ഈ കാണുന്ന ആംഗിൾ 15 ആണ്. 60ഉം 15ഉം ഇത്രയും കൂടി ചേർന്നാൽ ഇത്രയും വരുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രിയാണ്. പേര് കൊടുക്കണം. ഇതിനെ Z എന്ന് വിളിച്ചോ, ZPQ കേട്ടോ. ആംഗിൾ ZPQ is equal to 75 ഡിഗ്രി. എങ്ങനെയാ വരച്ചത്? ആദ്യം 90 വരച്ചു അല്ലെ? അവിടെ തന്നെ 60ഉം വരച്ചു. അപ്പോ 90ൽ നിന്ന് 60 പോയാൽ ബാക്കിയുള്ള ആംഗിൾ 30. 30ക്ക് ബൈസെക്ടർ വരച്ചു. അപ്പോ ഇത് 15, ഇത് 15, ഇത് 60, ഇത് 15. 60 പ്ലസ് 15 75 ഡിഗ്രി. നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് 135 ഡിഗ്രി. 135 ഡിഗ്രിയുടെ കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ലൈൻ വരച്ചു. 120 കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. 120. അപ്പൊ P ആണ്, ഇത് Q ആണ്. ഫുൾ ആർക്ക് വരച്ചു. ഇത് A ആണ്. എയിൽ വെച്ചുകൊണ്ട് ആർക്ക് കട്ട് ചെയ്തു. ഇത് B ആണ്. ബിയിൽ വെച്ചുകൊണ്ട് ആർക്ക് കട്ട് ചെയ്തു. ഇത് C ആണ്. ഇനി എന്ത് ചെയ്യും? സിയും പിയും കൂടി അങ്ങ് ജോയിൻ ചെയ്തു. ഇത് എത്ര ഡിഗ്രിയാണ് നമുക്കറിയാം. എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ. സ്കെയിൽ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. സ്കെയിൽ എടുത്ത് ഈ പി ക്യൂവിന് നേർക്ക് വെച്ചിട്ട് പി ക്യൂ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. പി ക്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക. സ്ട്രൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പൊ ആലോചിച്ച് നോക്കി, നമ്മുടെ സ്ട്രൈറ്റ് ലൈനിലെ ഉണ്ടാവുന്ന ആംഗിൾ ടോട്ടൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രിയാണ് അല്ലെ? സ്ട്രൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. അതിൽ നമ്മൾ നേരത്തെ വരച്ച ഈ ആംഗിൾ എത്രയാണ്? 120 ആണ്. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് വേണ്ടത് 135 ആണ്. 120യോട് എത്ര കൂടി കൂടിയാൽ മതി? ഒരു 15 കൂടെ മതി. ശരിയല്ലേ? 120 പ്ലസ് 15 ആണ് എത്ര? 135 എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് ഇവിടെ 125 ഉണ്ട്, 60 ഉണ്ട്. വേണ്ടത് 15 ആണ്. എത്ര പ്രാവശ്യം ബൈസെക്ട് ചെയ്യണം? 2 പ്രാവശ്യം ബൈസെക്ട് ചെയ്യണം. ഈ 60 എന്ന ആംഗിളിനെ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്തു, ഇവിടെ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്തു, ഇങ്ങനെ വരച്ചു. അപ്പൊ എത്രയായി? ഈ ആംഗിൾ 30, ഈ ആംഗിൾ 30. ശരിയല്ലേ? അപ്പൊ 120യും 30യും കൂടെ കൂട്ടിയാൽ 150 ആയി. നമുക്ക് 150 വേണ്ട, 135 മതി. അപ്പൊ എന്ത് ചെയ്യണം? ഈ 30യെ വീണ്ടും എന്ത് ചെയ്യണം? ബൈസെക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? പിയിൽ വെച്ചുകൊണ്ട് കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ വെച്ചുകൊണ്ട് ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തു, എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇതിലോട്ട് വരച്ച് ജോയിൻ ചെയ്തു. കണ്ടോ? അപ്പോ ഇവിടത്തെ കുഞ്ഞാംഗിൾ കണ്ടോ? ഈ കുഞ്ഞാംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 15 ഡിഗ്രി ആയിരിക്കും. പേര് കൊടുക്കുക നേരത്തെ പോലെ Z അല്ലെ? ആ ലൈൻ Z P Q. ഇത് 120, ഈ കുഞ്ഞാംഗിൾ 15. 120 പ്ലസ് 15 135. ആംഗിൾ ZPQ. ആംഗിൾ ZPQ is equal to 135 degree. Okay.